ഫിൻലാൻഡിൽ വന്നിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മേടിച്ചിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഷൂ ആയിരിക്കും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ ടൈപ്പ് ഷൂ അത് നിർബന്ധമാണ്. നമ്മളിവിടെ ഓരോരുത്തരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പല ടൈപ്പ് ഷൂകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത്. ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് ഈ ഷൂ വാങ്ങാനായിട്ടാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മഴയത്ത് ഉപയോഗിക്കുന്ന ഷൂ ആണ്. ഒട്ടും കനവില്ലാത്തൊരു സിമ്പിൾ ഷൂ ആട്ടോ. ഇത് ഫോമലായിട്ട് ഉപയോഗിക്കില്ല. ഈ പറമ്പിലും അതുപോലെ കാട്ടിലൊക്കെ പോകാൻ നേരത്തൊക്കെ മഴ സമയത്ത് ഉപയോഗിക്കുന്ന സാധനം കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഷൂ ഓരോ ചെരുപ്പോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് മോശമാകുന്നവരെ യൂസ് ചെയ്യാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് മോശമാകുന്നവരെ യൂസ് ചെയ്യാം, പക്ഷെ നമുക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു 3-4 മാസം വരെ ഒരു കാലാവസ്ഥ നിൽക്കുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അടുത്ത കാലാവസ്ഥയാവും. വിൻ്ററിലെ ഷൂകൾ സമ്മറിലോ അതുപോലെ സമ്മറിൻ്റെ സാധനം വിൻ്ററിലോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എപ്പോഴും മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ആദ്യം നമ്മുടെ സൈസിനൊത്ത ഷൂ ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ അവസാനം തപ്പിപ്പിടിച്ചെടുത്തു. പിന്നെ ഷൂ മേടിക്കാനാണ് വന്നതെങ്കിലും വേറെയും കുറേ സാധനങ്ങളൊക്കെ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ നോക്കി കണ്ടുപിടിച്ചു കേട്ടോ അത് ഈ സാധനം. ഈ ഉടുപ്പിൻ്റെ പേരെനിക്കറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളങ്ങ് ഇട്ടിട്ട് വന്നപ്പോഴേക്കും അങ്ങ് ലുക്കേ അങ്ങ് മാറിപ്പോയായിരുന്നു. അങ്ങനെ 2-3 ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഓരോന്നും ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ആൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾ ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാനും വേറെ കുറേ ഉടുപ്പൊക്കെ നോക്കുമായിരുന്നു. കുറേ കളർഫുള്ളായിട്ടുള്ള എന്തൊക്കെയോ ഉടുപ്പുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് പാവാട മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. ബാക്കിയൊക്കെ എന്ത് ഉടുപ്പാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ നമ്മളിട്ട് കഴിഞ്ഞാൽ മാറ്റ ലുക്കാകുമെന്നുള്ളതുകൊണ്ട് അതൊക്കെ എടുത്ത് മാറ്റിയങ്ങ് വെച്ചേച്ചു കേട്ടോ. ഇതാണ് ലാസ്റ്റ് ട്രയൽ ചെയ്ത ഉടുപ്പ്. നിങ്ങൾക്കിതിൽ ഏത് ഉടുപ്പ് അവൾ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അതിൽ നിന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട അവസാനം ഒരെണ്ണം സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ ബാസ്ക്കറ്റൊന്നും എടുക്കാതെ വലിയ കാര്യത്തിൽ കയറിയതാണ്. കാരണം ഒരു ഷൂ മാത്രമല്ലേ എടുക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം സാധനങ്ങളുടെ എണ്ണമൊക്കെ കൂടിയപ്പം സാധാരണ പോലെ തന്നെ നമ്മൾ ബാസ്ക്കറ്റ് എടുത്തിട്ട് വന്ന് എല്ലാം നിറച്ച് ഊത്തി കയറ്റി കേട്ടോ അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരു 1.5-2 മണിക്കൂറത്തെ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ കിക്കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ച് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.